മെന്റലിസ്റ്റ് ആദിയും സംഘവും കബളിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് 35 ലക്ഷം രൂപ തട്ടിയെടുത്തതെന്ന് പരാതിക്കാരനായ ബെന്നി വാഴപ്പള്ളി ന്യൂസ് മലയാളത്തോട് പറഞ്ഞത്. പണം തിരികെ ചോദിച്ചപ്പോൾ കേരള പോലീസിന്റെ സഹായിയാണെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ലാഭവിഹിതം വാഗ്ദാനം ചെയ്താണ് പണം വാങ്ങിയത്. എന്നാൽ പിന്നീട് പണം തിരികെ ചോദിച്ചപ്പോൾ ഭീഷണിയായിരുന്നുവെന്നും ബെന്നി പറഞ്ഞു. അയാൾക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഒരു 1/3 എനിക്ക് തരാമെന്നു ഈ എന്നോട് വായ്പ വാങ്ങിയ സ്ഥലത്ത് തിരിച്ചു തരുന്നതിനോട് കൂടാതെ പിന്നെ വന്നിട്ട് ഇയാളുടെ ഈ വരുന്ന ഷോയുടെ 1 വർഷത്തെ മുഴുവൻ റൈറ്റ്സ്, അതായത് എന്നിട്ട് കൂടി അടുത്ത് ഷോ ചെയ്യുള്ളൂ, പുള്ളിയുടെ ഡേറ്റ്സ് എനിക്ക് തന്നേക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ സംഭവം ചെയ്തത്. പണം തിരികെ ചോദിച്ചപ്പോൾ കേരള പോലീസിന്റെ പേരടക്കം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. എന്നെ കുറേ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞു ഞാൻ ലീഗലായിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പുള്ളി പറഞ്ഞു ഈ പറഞ്ഞ പോലെ പുള്ളി കേരള പോലീസിനെ ഇൻവെസ്റ്റിഗേഷനിലൊക്കെ സഹായിക്കുന്ന ആളാണെന്ന് ഒക്കെ പറഞ്ഞിട്ട് എന്നെ അപ്പം പോലീസിലൊന്നും പോയിട്ട് യാതൊരു കാര്യവുമില്ല. പിന്നെ ഞാൻ കേസിലേക്ക് പോകുന്നുണ്ട് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിയുടെ തന്നെ ഒരു പാർട്ണറുണ്ട്, ഈ ഗ്രീൻ മീഡിയ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഓണറായിട്ട് ഒരു അരുൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളീനെ ദുബായിലേക്ക് വിട്ട് എന്നെ കാണുകയും അപ്പം ഒരു പൈസ തരാം ആലോചിക്കട്ടെ എന്നെല്ലാം കൊണ്ട് പറഞ്ഞു. ഈ ഷോയുടെ ഡയറക്ടർ ജിസ്ജോയി ആയിരുന്നു. അപ്പം ജിസ്ജോയൊക്കെ ഇട്ടെന്ന് ആലോചിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ പൈസ തിരിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ എന്നിട്ടും പിന്നീട് ഈ പറഞ്ഞ പോലെ യാതൊരു വിധ റെസ്പോൺസും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. എന്നാൽ ഇതുവരെ കേസെടുത്തതിനെതിരെ പ്രതികരിക്കാൻ ആദി തയ്യാറായിട്ടില്ല. ന്യൂസ് മലയാളം, കൊച്ചി.